Hello everyone, welcome to Services Management class. Today's topic, current Indian banking scenario. Indian economic environment is witnessing path-breaking reform measures. The financial sector, of which the banking industry is the largest player, has also been undergoing a metamorphic change. Today, the banking industry is stronger and capable of withstanding the pressure of competition. Indian banking industry is gradually moving towards adopting the best practices in accounting, corporate governance, and risk management. Current Indian banking scenario. So, ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. സോ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ ഒരു ലാർജർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇന്ത്യൻ എക്കണോമിക് എൻവയോൺമെൻറ്റ്. സോ ഇതെല്ലാം തന്നെ വളരെ കൂടുതൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് കാരണം ഇന്ത്യൻ ബാങ്കിങ് ഇൻഡസ്ട്രി ഏതൊരു കോമ്പറ്റീഷനിലും സർവൈവ് ചെയ്യുന്ന രീതിയിൽ സ്ട്രോങ്ങർ ആയിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ട് എല്ലാത്തരം ബെസ്റ്റ് പ്രാക്ടീസസുമാണ്, അതായത് അക്കൗണ്ടിങ്ങിലാണെങ്കിലും കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും നല്ല പ്രൊഫഷണൽ പ്രാക്ടീസസാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ടുഡേ വി ആർ ഹാവിങ് എ ഫെയർലി വെൽ ഡെവലപ്ഡ് ബാങ്കിങ് സിസ്റ്റം with different classes of banks such as public sector banks, foreign banks, private banks, both old and new generation, regional rural banks, cooperative banks, with Reserve Bank of India as the regulator of the system. So ഇപ്പോഴത്തെ സെനാരിയോ നോക്കുമ്പോൾ, ബാങ്കിങ് സിസ്റ്റം നോക്കുമ്പോൾ ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ബാങ്കിങ് നെറ്റ്വർക്ക് കാണാൻ സാധിക്കും. അത് തന്നെ പല മേഖലകളായിട്ടാണ് കാണുന്നത്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ്, റീജിയണൽ ബാങ്ക്സ്, റൂറൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ് എക്സെട്ര. ഇതിനെല്ലാം കൂടി കൺട്രോൾ ചെയ്തുകൊണ്ട് ഇതിനൊക്കെ മുകളിലായിട്ട് റെഗുലേറ്റർ ആയിട്ടുള്ള RBI ഉണ്ട്. In 1969, tremendous change have taken place in the banking industry. The banks have shed their traditional functions and have been innovating, improving, and coming out with new types of services to cater to the emerging needs of their customers. 1969 ശേഷം ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ വളരെ കൂടുതൽ മാറ്റമുണ്ടായി. അതിലാദ്യം ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ആണ്. തുടർന്ന് ഇങ്ങോട്ട് വളരെ കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇംപ്രൂവ്ഡ് സിസ്റ്റംസ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ. മാസീവ് ബ്രാഞ്ച് എക്സ്പാൻഷൻ ഇൻ ദ റൂറൽ ആൻഡ് അണ്ടർ ഡെവലപ്ഡ് ഏരിയാസ്, മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു ഐദർ ടു നെഗ്ലക്റ്റഡ് ഏരിയാസ് ലൈക്ക് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ, agriculture and other preferred areas like export sector etc. have resulted in widening and deepening of financial infrastructure and transferred the fundamental character of class banking into mass banking. അപ്പോൾ ഇതിൽ ഇന്നത്തെ ബാങ്കിങ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂസീവ് ബാങ്കിങ് ആണ്. എല്ലാ തലത്തിലുള്ള ആൾക്കാരിലേക്കും ബാങ്കിങ് എത്തിക്കുക എന്നുള്ള മാസ് ബാങ്കിങ് ആണ് ഇന്ത്യൻ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് നെഗ്ലക്റ്റഡ് ഏരിയസിലേക്കും ബാങ്കിങ് ഇൻഡസ്ട്രി കടന്നു ചെന്നിട്ടുണ്ട്. ലൈക്ക് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ, അഗ്രികൾച്ചർ സെക്ടർ, സിമിലർലി എക്സ്പോർട്ട് സെക്ടർ. ഇവിടെ എല്ലാം തന്നെ ബാങ്കിങ് ഇൻഡസ്ട്രി കടന്നു ചെല്ലുകയും അവരുടെ സർവീസുകൾ അവൈലബിൾ ആക്കിക്കൊണ്ട് ഒരു മാസ് ബാങ്കിങ് സിസ്റ്റമാണ് ഇന്ന് ഇന്ത്യയിൽ കാണാൻ കഴിയുന്നത്. There has been considerable innovation and diversification in the business of major commercial banks.
Some of them have engaged in the areas of consumer credit, credit cards, merchant banking, leasing, mutual fund, etc. A few banks have already set up subsidiaries for merchant banking, leasing, and mutual funds, and many more are in the process of doing so. Some banks have commenced factoring services also. So, modern banking system ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോണിക് ബാങ്കിങ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ ബാങ്കിങ് സർവീസുകൾ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. മർച്ചന്റ് ബാങ്കിങ്, മ്യൂച്വൽ ഫണ്ട്, ഡെലിവറി, ഇങ്ങനെയുള്ള പല പുതിയ പ്രോഡക്ട്സും ബാങ്കിങ് മേഖലയിൽ നിന്നും കസ്റ്റമേഴ്സിന് ലഭിക്കുന്നതാണ്. Information technology plays an important role in the banking sector, as it would not only ensure smooth passage of interrelated transactions over the electronic medium, but also facilitate complex financial product innovation and product development. The application of IT and e-banking is becoming the order of the day, with the banking system heading towards virtual banking. ഇന്ത്യൻ ബാങ്കിങ് മേഖലയിൽ വന്നിരിക്കുന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൈസേഷനാണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിങ് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കോംപ്ലക്സ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് പുതിയ രീതിയിൽ കണ്ടുപിടിച്ചുകൊണ്ട് ആ തരം സർവീസുകൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയും അതിന് IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ തന്നെ ഒരു വെർച്വൽ ബാങ്കിങ് സേവനം ഫിസിക്കൽ ബാങ്കിൽ പോകാതെ തന്നെ ലഭിക്കുന്ന രീതിയിലുള്ള വെർച്വൽ ബാങ്കിങ് സംവിധാനത്തിലേക്കാണ് ഇന്ന് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുന്നത്. This is a brief discussion about current Indian banking scenario. Thank you.